ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരിതായിരുന്നു, ലോങ് ടേം കെയർ ആഫ്റ്റർ TK ആയിരുന്നു. നീ റീപ്ലേസ്മെന്റ് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലോങ് ടേം കെയറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. myself Dr. Suryan for Dr. Physio. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം, ലോങ് ടേം കെയർ ആഫ്റ്റർ TKR. സോ ഇതിനൊരു 5 പോയിന്റാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുമ്പം നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് മുട്ട് മാറ്റി വെച്ചു, നമുക്ക് മൂവ്മെന്റ്സ് മൊത്തം കിട്ടി, സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ മസിൽസ് അവിടെ സ്ട്രോങ്ങർ ആയിരിക്കുള്ളൂ, മുട്ടിലോട്ട് അധികം പ്രഷർ പോകാതിരിക്കത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി വെയിറ്റ് ഓരോ കിലോ കൂടുന്നത് നമ്മുടെ നീലോട്ട് 2 to 3 കിലോയുടെ വെയിറ്റിന്റെ സ്ട്രെസ് ആയിരിക്കും കൊടുക്കുക. അപ്പൊ നമ്മൾ മുട്ട് മാറ്റി വെച്ചതിന് ശേഷം വെയിറ്റ് കൂടാണ്ട് നോക്കാൻ വേണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്നത്, താഴെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ കാല് മടക്കിയിരിക്കുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ ആർട്ടിഫിഷ്യൽ നീഡ് ലൈഫ് സ്പാന് കുറയും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണം. റെഗുലർ ആയിട്ട് നടക്കുക, ഈ സൈക്ലിംഗ് ചെയ്യുക, പിന്നെ സ്വിമ്മിങ് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുട്ടിന് നല്ലതാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇടയ്ക്ക് വേദന എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ വേദന തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫിസിയോനെ കാണുക. ഇല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു ഫിസിയോനെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.